ഇതിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികമാണ് എന്നൊക്കെ പറയണമെന്നുണ്ടാ, പക്ഷെ നടക്കുമെന്ന് തോന്നണില്ല. 2025 തുടങ്ങിയിട്ട് 2 മാസമായില്ല. അതിനിടയ്ക്ക് ഏതോ ഒരു യൂണിവേഴ്സിൽ 2 റാപ്പർമാർ ഏറി പോയിട്ടുണ്ട്. അതല്ല ഇത് എന്ത് കഥ മജാലുണ്ടാ? സംഗതി കൊള്ളാം, ഇവന്റെ പാട്ടൊക്കെ കൊള്ളാം. പക്ഷെ അത് 2005 മുതലേ ഇറങ്ങണമായിരുന്നു. ശരിയൊക്കെ കുറച്ച് കഴിയുമ്പോ കറക്കും. കാസർഗോഡുകാരെ തന്നെ കയറി മേഞ്ഞിട്ടുണ്ട്. ആരും പോണ്ട, ഒരു കാര്യം പറയാണ്ട്. അതിന്റെ ഒരു റാപ്പ് സോങ് ഇന്ന് അപ്ലോഡ് ആയിട്ടുണ്ട്. യൗപ്പ റാപ്പ് സോങ്, കാസർഗോഡ് കൾച്ചർ റാപ്പ് സോങ് ആണ്. അപ്പൊ എല്ലാവരും യൂട്യൂബിൽ പോയിട്ട് യൗപ്പ റാപ്പ് സോങ് സെർച്ച് ചെയ്തിട്ട് നോക്കണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് വേണം, അതാണ് എന്റെ വിജയം. താങ്ക് യു സോ മച്ച്. എന്താ യൂട്യൂബിൽ പോയിട്ട് നോക്കിയത് യൗപ്പ റാപ്പ് സോങ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയത് മസ്റ്റ് വാച്ച്. എടാ അപ്പൊ തന്നെ അവൻ പറഞ്ഞതും കേട്ടിട്ട് നെടുമുടി ആമയുടെ വാക്കിയാക്കാതെ നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. ഞാൻ യൂട്യൂബിലോട്ട് പോയടാ മക്കളെ. അവിടെ പോയോണ്ട് എനിക്കൊരു കണ്ടന്റ് ആയി, അത് വേറെ. അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇവന്റെ പാട്ടിന്റെ ബർക്കത്തല്ല, കാസർഗോഡുകാരുടെ നിലവിളിയായിരുന്നു. കാസർഗോഡുകാരുടെ കൾച്ചറൽ സോങ് ആണെന്ന് പറഞ്ഞിട്ട് എന്തിനു അവരാതൊന്ന് കാണിച്ചു വെച്ചിരിക്കുന്നേ? എന്തിനു പോയി കാസർഗോഡിന്റെ പേരിൽ ഇങ്ങനത്തെ അവരാധം ചെയ്ത് വെക്കുന്നേ? നിന്റെ പേരിൽ എന്നെ ഇറക്കിക്കൂടെ? ബോറിന്റെ എന്ത് സംഗതി. ഇവന്റെ പാട്ടും കാര്യങ്ങളൊക്കെ കൊള്ളാം, പക്ഷെ ഇതടുത്ത് കാസർഗോഡിന്റെ തലയിൽ വെച്ചതാണ് ആശാന് പണി കിട്ടിയത്. കാസർഗോഡ് കൾച്ചർ റാപ്പ് സോങ് ആണ്. എന്ത് കഥ മജാലുണ്ടാ? ഇത് നമ്മുടെ കാസർഗോഡല്ല, നമ്മുടെ കാസർഗോഡ് ഇങ്ങനല്ല. കാസർഗോഡുകാർ എന്നെ ചോദിക്കുന്നു ഇത് എന്തൊക്കെ. നീ പാടിക്കോ മുത്തേ, ഊക്ക് വാങ്ങാൻ കാസർഗോഡുകാർ റെഡി. മോളെ പാത്തോല്ലത് എന്ത് ചെയ്യലോളെ കാണാന്. നോക്കറാ നോക്കറാ ഊക്കറാ. ആയിഷനായിമാരാ, നമ്മള് പുതിയ ട്രാക്ക് വരുന്നുണ്ട്, യൗപ്പ റാപ്പ് സോങ്. അപ്പൊ എന്താ എല്ലാരും മജാക്കുന്നല്ലേ? കമോൺ. എന്തൊക്കെയോ ആശം കാര്യമായിട്ട് പറയുന്നുണ്ട്, പക്ഷെ ആ മ്യൂസിക്കിന്റെ സൗണ്ട് കാരണം കേൾക്കാൻ പറ്റണില്ല. ഒന്നുകൂടെ ശ്രദ്ധിച്ചായിട്ട് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുമായിരിക്കും. നീ മേലാൽ കാസർഗോഡ് ഭാഷ നീ പാടിയതാ പ്ലീസ്, നാട്ടിനെ പറയിപ്പിക്കാൻ വേണ്ടിട്ട്. നീ എന്ത് വിചാരിച്ച വൈറലാവുന്ന ചാറുബായി? നിനക്ക് പറഞ്ഞുതരാൻ ബുദ്ധിയുള്ള ചങ്ങായിമാരില്ലേ? കോമഡിയാ? എന്ത് നീ ഉദ്ദേശിച്ചേ? കാതടച്ച് കണ്ടു നോക്കൂ, കിടില്ല. എടാ ഒരു പാട്ട് വീഡിയോ രൂപത്തിൽ പുറത്തിറക്കാൻ എത്രത്തോളം കഷ്ടപ്പാടുണ്ടെന്ന് നമുക്കറിയാം, നമുക്കത് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. അത്രയും കഷ്ടപ്പെട്ട ഒരു സാധനം പുറത്തിറക്കുമ്പോൾ അതിന് കുറച്ച് വാല്യൂ കൊടുക്കായിരുന്നു. കാസർഗോഡിനെ നാട്ടിക്കാനായി ഈ ബംഗാളികൾ ഇറക്കിയ ഈ റേപ്പ് സോങ്ങിന് കാസർഗോഡ് ജില്ലയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് കാസർഗോഡ് എഴുതി ഒപ്പിട്ട് എഴുതി ഒപ്പിട്ടെന്റെ ചിഹ്നം. ചങ്ങായിമാരാ, ഞങ്ങൾ യൗപ്പ സോങ് ഇന്നലെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ യൂട്യൂബിൽ കുറെ കംപ്ലൈന്റ് വന്നിട്ടുണ്ടായിരുന്നു. സോങ്ങിന്റെ എന്താ പറയാ, നമ്മളെ വോക്കല് കുറഞ്ഞെന്നും ട്രാക്കിന് കൂടിയെന്നും. അത് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇട്ട്, ഞങ്ങൾ നെഗറ്റീവ് എങ്ങനെ വരുന്നുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ഇട്ട്. അപ്പൊ അറിഞ്ഞു ചെയ്ത പണിയാണ്. അപ്പൊ നാട്ടുകാരെന്ന് കേട്ടതിന് ഒരു കുഴപ്പമില്ല. പിന്നെ ഉണ്ടുസഖി കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ മാപ്പിള പാട്ടും ചെല്ലണ്ട. ഉണ്ടുസഖി ആകെ 4 വരിയില്ല. അതിന് ഈ പാട്ടിന് ഇതാക്കാൻ വേണ്ടി ഇത് കാസർഗോഡ് കൾച്ചർ സോങ് ആണ്. റാപ്പ് സോങ് എന്ന് പറഞ്ഞെങ്കിൽ കൾച്ചർ സോങ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. കാസർഗോഡിന്റെ തലയിൽ വെച്ച് കെട്ടിയോണ്ടല്ലേ ആൾക്കാരെല്ലാം കൂടെ മാറി തിരിഞ്ഞ് നോക്കിയത്. ഇതിനേക്കാൾ ഭേദം കാസർഗോഡ് മല്ലു ട്രാവലിന്റെ റാപ്പായിരുന്നു. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. സൗണ്ടിന് ഗുമ്മ് പോരാ, നല്ല ഗുമ്മുള്ള സൗണ്ടിന് പറ്റിയതാണ് റാപ്പ്. നീ നന്നായി പാടും, നീ നിന്റെ ട്രാക്കിൽ നില്ല്. ദാറ്റ് ഡെഫിനറ്റ്ലി മേക്സ് യു ബെറ്റർ. അത് സത്യം. എന്നോ തീർക്കാതെ വിട്ടുപോയത് തീർത്ത് കെട്ടിയിട്ടേ ഈ കളി തീരൂ. നിന്റെ കളി തീർന്നു. The game is over. This is a game which is gonna be a massive hit of the year. Welcome to Kampam Tiny. ഇത്രയും പിള്ളേർ ഈ പാട്ടിന്റെ പ്രായം കടന്ന് കഷ്ടപ്പെട്ടതാണ് കേട്ടാ. എന്നിട്ടും ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഉണ്ട് 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 ഉണ്ട്. എടാ സത്യം പറഞ്ഞ പുള്ളിയുടെ ചില ട്രാക്കിലാക്കാൻ വേറെ ലെവലാണ് കേട്ടാ. തിരിഞ്ഞ് കറങ്ങി നടന്നു മനസ്സുമടുത്ത് വീട്ടിലിരുന്ന് കിടന്ന് കഴിച്ച് പോസ്റ്റ് അടിച്ച് നാട്ടുകാരെ കണ്ണു മൊത്തം എന്നിൽ തന്നെ, വീട്ടുകാരെ എല്ലി തന്ന ടൈം തീർന്ന് എന്ത് ചെയ്യും? ആദി വെച്ച് കൈയൊഴിഞ്ഞ കൂട്ടുകാർ കണക്ക് പറഞ്ഞ് കഞ്ചാവ് വലിക്കണോ ബിയർ അടിക്കണോ? सबर करो.
ഇതുവരെ ശരിയായിരുന്നു കിട്ടുണ്ണിയേട്ടാ? ഇതുവരെ വളരെ ശരിയാണ്. ഇനി അങ്ങോട്ട് അങ്ങനെയല്ല. ഈ പിള്ളേരെ കുളിപ്പിച്ചൊരുക്കി കരിയും വരച്ചിട്ട് അവസാനം കണ്ണു വയ്ക്കാതിരിക്കാൻ വേണ്ടിട്ട് ഒരു പൊട്ട് വയ്ക്കുമല്ലോ, അതുപോലെ അണ്ണന്റെ പാട്ടിന്റെ ഇടയ്ക്കും ചില സ്വനകൾ അണ്ണൻ തിരികെ കയറ്റും. ഞാനൊന്ന് റീച്ചായി അവളെന്റെ ഫാനായി പിന്നെ അങ്ങ് ചാറ്റായി ട്രൂത്തോട്ട് കൊടുക്കാത്ത കോളായി കോപ്പില ചങ്കായി യൂമ്പാൻ ടൈമായി യൂമ്പിക്കാൻ ടൈമായി ഞാനൊരു വാവായി നീ മൊത്തം ഷോയായി ബിസി ചാറ്റായി ഒന്നുകൂടെ പ്ലേ ആയി ട്രൂത്തോട്ടേറായി കൊടുക്കാത്ത കളിയായി എന്റെ കൂടെ ക്രഷ് അടിച്ചളിയാ വയലാർ എഴുതുമോ ഇതുപോലെ? അറ്റനോട്ടൊരു പീസ് വന്നളിയ ഊമ്പാണിന്ന് നേരമായളിയ ഊമ്പിക്കാൻ അവക്ക് നേരമായളിയ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ മറ്റൊരു കോളിൽ തിരക്കിലാണ്. എന്നും എനിക്ക് ഊമ്പലും കനിയും ഊമ്പലും കനിയും അണ്ണന്റെ ഈ വരികൾ കാരണമാണെന്ന് തോന്നുന്നു. അണ്ണപ്പ ഏറെ ഇരുന്നാണ് കഞ്ഞി വെപ്പ്. ഊമ്പലും കനിയും പുതു പുതു ദിനങ്ങൾ പുതു പുതു പയ്യന്മാരെ വാൾപേപ്പർ മാറ്റി പോലെ മാറ്റിക്കൊണ്ട് നീ അത് ചോദിക്കുമ്പോ പറയാണ് ബെസ്റ്റിയാണ് ഫ്രണ്ടാണ് മൈരാണ് എന്തൊക്കെ പറയുന്നു നീ എന്താ അവരതോടാ പറയണത്? അച്ഛാ വിശ്വ എന്താ പരിപാടി? ഓ നമ്മള് ചെറുതായിട്ട് ഒരു പാട്ട് കമ്പോസ് ചെയ്തായിരുന്നു. ഒരു അരമണിക്കൂറുണ്ട് നമ്മളൊരു പാട്ട് എഴുതിയിരിക്കുകയാണ്. അരമണിക്കൂർ കൊണ്ടാണ് അപ്പൊ പാട്ടുണ്ടാക്കണത്. അപ്പൊ പിന്നെ ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല. അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയ പാട്ടൊന്ന് കേട്ടു നോക്കാം. പടപട ഇടിക്കണ നെഞ്ചിൽ നീ ഒരു മുത്തം തന്നില്ലേ, ആ മുത്തത്തിൽ ഞാൻ മൊത്തമായി നിന്ന് തന്നില്ലേ, എന്നെ കൊന്നു തന്നില്ലേ, മിണ്ടാതെ നിന്ന് തന്നില്ലേ, മൊത്തത്തിൽ കറിവേപ്പിലയ ഒറ്റയ്ക്കായി മാറ്റി വിട്ടില്ലേ, വട്ടത്തിൽ ലൂക്കി വിട്ടില്ലേ, കായെല്ലാം കാലിയാക്കിയില്ലേ, നെഞ്ചത്തൊരു റീത്ത് വെക്കൂലേ, കായ് മുഴുവൻ തീർന്നപ്പോ ഊമ്പിച്ചില്ലോടിയേ, മുതൽ ഹെയർ വരെ ഉണ്ടാക്കിച്ചില്ലേ, കായ് മുഴുവൻ തീർന്നപ്പോ ഊമ്പിച്ചില്ലോടിയേ. എടേ നിന്റെ പാട്ടിൽ മൊത്തം ഊമ്പിത്തരങ്ങൾ മാത്രമേ ഉള്ളടേ. ഏതായാലും പാട്ടൊന്നും ഇങ്ങനെ ആസ്വദിച്ച് വരുമ്പോഴാണ് മറ്റേ പായസത്തിൽ തേങ്ങാപ്പീരാണൊക്കെ ഇതിനെ എഴുതി വെച്ചിരിക്കണത് മൊത്തം. നാട്ടിലെ പെണ്ണുങ്ങളെല്ലാം എന്റെ പോക്കറ്റിലാണ്, ചാറ്റിങ്ങും കോളിങ്ങും ഫ്രീ ആകാൻ ടൈമില്ല, ബ്രേക്കപ്പും സെറ്റപ്പും ഇൻസ്റ്റൽ ന്യൂ റിക്വസ്റ്റും ഓൾഡെല്ലാം ബ്രേക്കപ്പും തീരത്തെ ചിക്സുകൾ 6 മണി മുതലേ തുടങ്ങുന്ന കോളും കിടന്നാല് ഇരുന്നാല് ചെവിക്കുള്ളി ഫോണും എന്തൊക്കെ പറഞ്ഞാലും തീരത്തെ മോഹം പുറത്തോടി ഇറങ്ങിയ മൊഞ്ചുള്ള പെണ്ണും സെറ്റാക്ക് കൊതിക്കുന്ന ഉള്ളം ഒന്നല്ല രണ്ടല്ല പിന്നെയും വേണമെന്ന് എന്നുള്ളിൽ ആരൊക്കെ ചൊല്ലുന്നു. My favorite place, oh your room, daily, new chicks ഇത് നീ പാടിയതിരിക്കട്ടെ, പക്ഷെ ഈ വരികളൊന്നും പോയി നീ ആരടുത്തും പറയരുത്. വരികൾ ശ്രദ്ധിക്കാത്തവർ ഒന്നുകൂടെ പോയി കേട്ടു നോക്ക്. കാമദേവൻ തോറ്റോലോടാ. daily, new chicks. പിന്നെ ഇതിനെ റാപ്പ് സോങ്ങോ പോപ്പ് സോങ്ങോ എന്നൊക്കെയാണ് പറയണത്. നമുക്ക് അതിനെ പറ്റി വലിയ ഗ്രാഹ്യം ഇല്ലാത്തതുകൊണ്ട് അതിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പാട്ടൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അത് അവരുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യട്ടെ, നമുക്കത് വിട്ടുകളയാം. പിന്നെ ഈ പുള്ളിക്കാരൻ മെയിൻ ആയിട്ട് എയർലാവാൻ കാരണം ഒറ്റ കാരണമേ ഉള്ളൂ, പ്രൊമോഷൻ, ഫേക്ക് പ്രൊമോഷൻ. പെമ്പിള്ളേരുടെ വാക്യത്ത് മൈക്ക് കയറ്റാനായിട്ട് ഒരുത്തനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവൻ ഒറ്റ ഒരുത്തനാണ് ഇക്കണ്ട ഹാറ്റ് മൊത്തം അവന് മേടിച്ചു കൊടുത്തത്. ഈ പ്രൊമോഷൻ ചെയ്യണ റീലിൽ മൊത്തം ആങ്കർ നമ്മളെ ആള്, പബ്ലിക് നമ്മളെ ആള്. എന്തിനാ വീഡിയോ എടുക്കണം മനസ്സിലായില്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോക്ക് വേണ്ടിയാണ്. അപ്പോ പേരെന്താ? മിശ്രി, സ്ഥലം മലപ്പുറം. ഓക്കെ. ഒരാളെ ഫോളോ ചെയ്തുകൊണ്ട് അറിയാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാം ഒന്ന് എടുക്കാമോ? പേര് വിശ്വ മ്യൂസിക്. ഫോളോ ചെയ്തിട്ടുണ്ട്. ബിഗ് ഫാൻ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവന്റെ റാപ്പ്. ഞാൻ കാണാറുണ്ട്. പറഞ്ഞു പറയിച്ചതാണെന്ന് പറയത്തേ ഇല്ല. വിശ്വയുടെ ഏതെങ്കിലും പാട്ടൊക്കെ പാടാമോ? വിശ്വന്റെ ഏത് പാട്ടാ വാണ്ടിയ? ഫുള്ള് വൈറലല്ലേ. ഒരു പാട്ട് പാടിയാ മതി. ഒരു പാട്ട് നമുക്ക് തീർച്ചയായും പാടാലോ. എന്റെ ശബ്ദം പോരാ, എന്നാലും പാടി ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, തീർച്ചയായും. അപ്പൊ നമുക്ക് വിശ്വന്റെ പാട്ട് പാടല്ലോ. സെറ്റാക്കാം. എന്നും എനിക്ക് ഊമ്പലളിയ, എന്നും എനിക്ക് തേപ്പ് മാത്രമാ, ലൈനൊന്നും വേണ്ട അളിയ, ജവാനടിച്ച് കിറങ്ങ മളിയ, എന്നും എനിക്ക് ഊമ്പലളിയ. ഒരു പെങ്കച്ചിന് പാടാൻ പറ്റിയ പാട്ട്. ഒരുത്തം 10 വർഷം പുറകോട്ടാണെങ്കിൽ ഒരുത്തം 10 വർഷം മുന്നോട്ടാണ്. ഒറ്റപ്പെട്ട സ്ഥലത്തൊരു വെടിക്കെട്ട് സാധനം. ഹായ്. ഒറ്റപ്പെട്ട സ്ഥലത്തൊരു വെടിക്കെട്ട് സാധനം എന്തായിരുന്നു? ഒരു ഇൻസ്റ്റാഗ്രാം ഒരു വീഡിയോക്ക് വേണ്ടിയാണ്. ക്രിസ്മസ് സെക്ഷൻ ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. ഗിഫ്റ്റിന്റെ ആവശ്യമില്ല. പിന്നെന്താ വേണ്ടേ? എല്ലാം സെയിം സാധനം തന്നെ. വിഷയല്ലേ, എനിക്കറിയാം. വിഷയുടെ പാട്ടൊക്കെ കേൾക്കാറുണ്ട്. ബിഗ് ഫാൻ ആണ്, ഭയങ്കര ഇഷ്ടമാണ്. വേണമെങ്കിൽ ഒരു പാട്ടോടെ പാട്ടാം. ഇത് തന്നെയാണ് എല്ലാം റിപ്പീറ്റ് അടിച്ച് പറയണത്. എന്തുപറ്റി റോക്കറ്റ് ഇട്ടോളം പോണേ? സമയമല്ല സംസാരിച്ചിരിക്കാൻ. എന്താ പറ്റിയേ? എന്റെ നെറ്റ് തീർന്നു. അതിന് ചെയ്യണം. അപ്പൊ അറിഞ്ഞില്ലേ? ഇല്ല. ഇന്ന് വിശ്വയുടെ പാട്ട് റിലീസാണ്.
അതിലൊരു കോഡുണ്ട്. ആ കോഡിട്ട് ഞാൻ വിഷുക്ക് മെസ്സേജ് അയച്ചാ വിഷുടൊപ്പം എനിക്ക് KFC കഴിക്കാം. ഭയങ്കരം. എടാ അതിന്റെ പൈസ കൊടുത്താൽ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടത് അവർ മേടിച്ച് കഴിക്കൂലേടാ. കിട്ടും. വിഷുടെ കൂടെ എടുത്ത് KFC കഴിക്കാൻ പാട്ടും കാണും. അങ്ങനെ അല്ലേ ഇത് കൊള്ളാം കേട്ടോ. 10 രൂപയാണ് കൊടുത്തെങ്കിലും 100 രൂപയുടെ അഭിനയം കാഴ്ച വെച്ചിട്ടുണ്ട്. കൊള്ളാം, നൈസ്. മച്ചാനെ ഇത് ഒരു ഫ്രീക്ക് പയ്യൻ. ഹായ് ബ്രോ. ബ്രോ രാവിലെ കുളിച്ചിറങ്ങി എങ്ങോട്ടാ? ജസ്റ്റ് ഒരു ഫ്രണ്ട് വരും. ഫ്രണ്ട് വന്നിട്ട് സിവിലോട്ടൊന്ന് പോണം. സൂപ്പർ. ഒരു ഓഫർ ഉണ്ട്. ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യണമെങ്കിൽ 1 ലിറ്റർ ജവാൻ ഞങ്ങൾ വാങ്ങി തരും. അതേ രസാനം ബ്രോ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഒരു ഓഫറും കൂടി ഉണ്ട്. വിശ്വ മ്യൂസിക് എന്നാണ് അക്കൗണ്ട് പേര്. വിശ്വയുടെ ഏതെങ്കിലും പാട്ട് കാണാതെ പാടിയാ നമ്മൾ ടച്ചിങ്സും കൂടി ഫ്രീ ആയിട്ട് തരും. വിഷു ബ്രോ എനിക്ക് നേരത്തെ അറിയാം. വിഷു ഫാൻസ് ആണ്. സെർച്ച് ചെയ്തിട്ട് ആ വീഡിയോ തന്നെ വീണ്ടും വീണ്ടും കാണും. കട്ട ഫാനല്ലോ ഇപ്പൊ. എനിക്ക് സമയം പോകാൻ, എനിക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി കാണും. ഓക്കെ സന്തോഷം കിട്ടാൻ വിശ്വയുടെ പാട്ട് പാടിയാൽ മതി അല്ലേ? അതിന് എനിക്ക് വൈബ് കിട്ടുന്നത്. ഫോളോ ചെയ്തിട്ടുണ്ട് ബ്രോ. ഒന്ന് ക്യാമറ കാണിച്ച്. ഓക്കെ ബ്രോ. ബ്രോ യൂട്യൂബും കൂടി ഒന്ന് കാണിക്കാമോ? യൂട്യൂബ് കാണിക്കല്ലോ ബ്രോ. ആ മണിയും കൂടി അടിക്കും കേട്ടോ. ബ്രോ വിശ്വയുടെ ഏത് പാട്ടാണ് പാടാൻ പോണേ? ഞാൻ ഊമ്പലളിയ എന്ന് പറഞ്ഞ പാട്ടാണ് പാടാൻ പോകുന്നത്. അപ്പം ജസ്റ്റ് ഒരു ബ്രേക്കപ്പ് കിട്ടി നിൽക്കുന്നതാണ്. എന്നും എനിക്ക് ഊമ്പലളിയ. വിശ്വയുടെ ഇത്ര ഡിമാൻഡാടാ. പൊന്നളിയ ഇങ്ങനെയുള്ള റീൽ നീ മാക്സിമം ചെയ്യാതിരിക്കും. ആൾക്കാർക്ക് ബുദ്ധിയും വിവരമൊക്കെ വെച്ച് കുറച്ച് ആൾക്കാർക്കെങ്കിലും നിന്റെ പാട്ട് ഇഷ്ടമാണ്. അതിമാതിരി റീലിട്ട് അവരെ കൂടെ വെറുപ്പിക്കല്ലോ. ഇതിൽ ഒരാളെങ്കിലും അറിയില്ല എന്ന് പറയായിരുന്നേൽ പിന്നെയും ഇതൊക്കെ ഉള്ളതാന്ന് വിശ്വസിക്കായിരുന്നു. ഇതിപ്പോ ചെല്ലുന്ന ഓരോ പെണ്ണുങ്ങൾക്കും അറിയാം വിശ്വ ആണെന്ന്. പൈസ കൊടുത്ത് ആളെ സെറ്റ് ആക്കുന്നത് മാത്രം കൊണ്ട് കാര്യമില്ല. വിശ്വസിക്കാൻ പാകത്തിന് കത്തിച്ചു വിട്. ഒരു മൂഡ് ഐറ്റം. ഹായ്. പേരെന്താ? ഐഷ. ഇൻസ്റ്റാഗ്രാം ഒരു വീഡിയോക്ക് വേണ്ടിയായിരുന്നു. ഓക്കെ. ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ എന്തും ഞാൻ വാങ്ങി തരും. ഇതും അത് തന്നെ. വിശ്വ മ്യൂസിക് അല്ലേ, എനിക്കറിയാം. വിശ്വയുടെ പാട്ടൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. ബിഗ് ഫാൻ ആണ്, ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു പാട്ട് ട്രൈ ചെയ്യാം. ഇവരെ പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കണം. എടാ പിള്ളേർക്ക് അറിയാവൂടാ നീ എന്ത് പാട്ടൊക്കെയാണ് പാടണെന്ന്. പിള്ളേർ എന്തായാലും ഓട്ടോഗ്രാഫ് ഒക്കെ മേടിക്കുന്നുണ്ട്. എന്തായാലും പിള്ളേർക്ക് തെറി പറയാൻ അവസരം കൊടുക്കാണ്ട് നല്ല കിണ്ണം കാച്ചിയ ഐറ്റംസ് അങ്ങോട്ട് പിടച്ചു വിടും. പിള്ളേർ കണ്ട് ഞെട്ടട്ട്. ആൾ ദ ബെസ്റ്റ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ടാറ്റാ.